ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഒരുവിധം സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തൊക്കെ കഴിഞ്ഞ് വന്നെങ്കിലും ഞാൻ ആശുപത്രിയിൽ നിന്ന് നല്ല കുറവായല്ല വന്നത്. നമ്മുടെ കാണിക്കുന്ന ഡോക്ടർമാരുടെ പാകപ്പിഴ കൊണ്ട് പാകപ്പിഴ കൊണ്ട് അതിൽ എന്തെങ്കിലും ഒരു ഇതൊന്ന് തെറ്റിയാൽ നമുക്ക് സ്റ്റാർ ഹെൽത്തിന് അയക്കുന്ന ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മതി, അതിന് നമുക്ക് പൈസ കിട്ടാതെയും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അതുപോലെ വന്ന ഒരു ഇതാണ് നമുക്ക്. ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു ഹോസ്പിറ്റലിലാണ് എനിക്ക് കടയ്ക്കാൻ ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ആ ഹോസ്പിറ്റലിലേക്ക് വിട്ടതാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു നമ്മുടെ നാട്ടിലെ ഉള്ള ഹോസ്പിറ്റലല്ലേ, വന്ന് നിൽക്കാനും എടുക്കാനും ഒന്നും സൗകര്യത്തിന് ആളില്ലാത്തത് കൊണ്ടും പിന്നെ എല്ലാത്തിനും സൗകര്യമുള്ളത് നമ്മളെ കടയ്ക്കലാകുമ്പം എല്ലാത്തിനും ഉള്ള സൗകര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കിടന്നതാണ്. അല്ലെങ്കിൽ ഞാൻ എല്ലാ ആവശ്യം അങ്ങനെ ചെറിയ ഒരിതല്ലാതെ പോകുന്നത് ഗോകുലത്തിലാണ്. ഗോകുലത്തിൽ സ്റ്റാർ ഹെൽത്തിൻ്റെ ഫസ്റ്റ് തവണത്തെ ഒരിത് മാത്രമേ നമുക്ക് ആദ്യം കിടന്ന് ആദ്യത്തെ ഇതിന് മാത്രമേ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നോളൂ. പിന്നെ ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കിടന്ന് ഡോക്ടറെ പരിശോധനയ്ക്ക് വന്നതിൻ്റെ അന്ന് എനിക്കറിയാം, ആ ഡോക്ടറെ സംസാരവും നമ്മളെ ആ ഒരു പരിശോധനയിൽ നിന്ന് വന്ന ഒരിതും നമ്മൾ പറയുന്നതൊന്നുമല്ല ഡോക്ടർ കേൾക്കുന്നത്. ഡോക്ടറെ മനസ്സിൽ ഈ പറഞ്ഞ കണക്ക് നമ്മളത്രയും സീരിയസ് ആയിട്ട് നമ്മളൊന്ന് അഡ്മിറ്റായി അങ്ങനെ കിടക്കുന്ന സമയത്ത് ഡോക്ടർ വന്ന് വേറുള്ള കാര്യങ്ങൾ, എനിക്ക് വയറ്റിന് നല്ല ഒരു അസ്വസ്ഥത പോലെ ഉണ്ടായിരുന്നു, അത് പറഞ്ഞപ്പോഴേ ഡോക്ടർ എൻ്റെ മറുപടി പറഞ്ഞതും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതെല്ലാം നോക്കുമ്പം അന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഈ സ്റ്റാർ ഹെൽത്തിലെ പിള്ളേരയച്ച അതിൽ വന്ന എന്തായാലും അവർ ഓഫീസിലിരിക്കുമല്ലോ പിള്ളേർ, ആ പിള്ളേർ എന്നോട് വന്ന് സംസാരിച്ചതും അവരെ കയ്യിൽ നിന്ന് പോയ പിഴപാടാണെന്ന് അവരെ കയ്യിൽ നിന്ന് വന്ന പിഴയാണെന്നുള്ളത് നമുക്ക് നല്ലതുപോലെ മനസ്സിലാവും. പിറ്റേന്ന് വന്ന് ഡോക്ടർ പരിശോധിച്ചിട്ടാണ് കാര്യങ്ങൾ, നല്ല ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, ഇന്ന കണക്ക് നീർക്കെട്ട് ഇതുണ്ട് എന്നും പറഞ്ഞും കൊണ്ടൊക്കെ സംസാരിച്ചു. അപ്പോഴത്തന്നെ 2 പ്രാവശ്യം ആദ്യത്തെ ദിവസത്തെ റിജക്റ്റായി വന്നു. രണ്ടാമത്തെ ദിവസം ആദ്യത്തത് അയച്ചിട്ട് പിന്നെ ഉള്ള ഇതെല്ലാം വീണ്ടും നേരെ ഇന്നതൊക്കെ അയച്ചിട്ട് ലെവലാക്കി അയച്ചുവെങ്കിലും റിജക്റ്റായിട്ട് തന്നെ വന്നു. പിന്നെ എനിക്കവിടെ കിടന്നിട്ട് ഒരു മനഃശാന്തി എന്ന് പറയണത് ആശുപത്രിയിൽ ചെന്ന് കിടന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ഇന്ന് വരെ ഹോസ്പിറ്റലിൽ ഒരു സ്ഥലത്ത് പോയി കിടന്നിട്ടും എനിക്ക് ഇങ്ങനെ ഒരു, സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ തലയ്ക്ക് ഒരു വല്ലാത്ത ഒരു അനുഭവമാണ് എനിക്ക് ഇപ്രാവശ്യം ആശുപത്രിയിൽ കിടന്നിട്ട് എനിക്ക് കിട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് മോളും കൊച്ചും കഷ്ടം, അതൊക്കെ ഉറക്കമൊഴിഞ്ഞ് അവിടെ വന്ന് കിടന്ന് ഇതായി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ കാണാൻ പോയി ഇവിടെ കാണാൻ പോയി. ഞാനൊരു വല്ലാത്തൊരു മൂഡിലേക്ക് അങ്ങ് ഒഴുകി പോവുകയായിരുന്നു. കാര്യം എനിക്കങ്ങ് ആരെ കാണുമ്പോഴും അങ്ങ് ദേഷ്യമാണ്. അത്രയ്ക്ക് ഞാനങ്ങ് അനുഭവിച്ചു. 2-3 ദിവസമായിട്ട് ആ ഹോസ്പിറ്റലിൽ കിടന്ന് വല്ലാത്തൊരു അനുഭവമാണ് ഞാൻ അനുഭവിച്ചത്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനത്തെ രണ്ടാമത്തെ ദിവസം 2 പ്രാവശ്യം എന്നെ നോക്കാനായിട്ട് ഡോക്ടർ വന്നു. രാവിലെ വന്നിട്ട് ഉച്ചയ്ക്കും വന്നു. അയ്യോ, ഇത് കുറവില്ലല്ലോ, ഗോകുലത്തിലേക്ക് വിടട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഗോകുലത്തിലേക്ക് വിടട്ടോ. അപ്പം ഗോകുലം പോലൊരു ഹോസ്പിറ്റലിൽ എല്ലാ ഇതുമുണ്ട്, ഡയാലിസിസ് ഉണ്ട്, മറ്റേ ആൻജിയോഗ്രാമുണ്ട്, ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്, ഇപ്പോൾ എല്ലാ സംവിധാനവും ഹോസ്പിറ്റലിലുണ്ട്. അവിടുത്തെ ഒരു ഡോക്ടർ എഴുതി വിട്ടേല ഒരു പാകപ്പിഴയാണ് ഈ വന്നേക്കുന്നത്. അപ്പം സ്റ്റാർ ഹെൽത്തിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ടെന്ന് അവിടെ നിന്ന് തന്നെ നമ്മളോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ ആ ഒരിത് നമ്മൾ VIP സ്റ്റാർ ഹെൽത്തിൻ്റെ റൂമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റൂമാണ് അവർ തരുന്നത്. ആ റൂമിലൊക്കെ കയറി കിടന്ന് ബില്ല് വരുമ്പോഴത്തേക്ക് പൈസ അടയ്ക്കാൻ സ്റ്റാർ ഹെൽത്തിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടതല്ലേ. അപ്പം ഈ ഡോക്ടർക്ക് മനസ്സിലായി എന്തായാലും പൈസ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണെന്നുള്ളത്.
റീഫണ്ട് ചെയ്ത് കിട്ടുന്നെങ്കിലും അങ്ങനെ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ ഡോക്ടർ ലാസ്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് 3-ൻ്റെ അന്ന് വന്ന് രാവിലെ എന്നെ പരിശോധിച്ചപ്പം നല്ല വ്യത്യാസമുണ്ട്. കാര്യം എനിക്കും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നാൽ മതി എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്. ഡോക്ടർ വന്ന് നോക്കിയപ്പോഴും ഒക്കെ ഞാൻ നല്ല ഒരു കോൺഫിഡൻസ്, നല്ല ഒരു ഇതിലാണ് ഞാനിരുന്നത്. എനിക്ക് അവിടെ നിന്ന് ഇനി ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരിതിൽ തന്നെയാണ് ഞാനിരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഡോക്ടർ കിട്ടത്തില്ലേ, നമുക്ക് ഡിസ്ചാർജ് സമ്മറി വെച്ച് അയക്കാം, അപ്പോൾ അത് കിട്ടാതിരിക്കില്ല എന്നുള്ള ഒരു ഇതിൽ പറഞ്ഞു. പക്ഷേ പറഞ്ഞുവെങ്കിലും ഇനി നാളെ ചെല്ലുമ്പം എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. എന്തായാലും എനിക്ക് ഒരു വല്ലാത്തൊരു ഒരു അസ്വസ്ഥത കണക്ക് ഇങ്ങനെ അത് നിശേഷം മാറാത്തത് കൊണ്ടോ എന്തോ എനിക്കൊരു അസ്വസ്ഥത കണക്കുള്ള ഇത്. അതുപോലെ തന്നെ അന്ന് ചെന്നതിൻ്റെ ഞാൻ പറഞ്ഞു, എനിക്ക് വയറ്റിനകത്തൊരു വല്ലാത്തൊരു ഇതുപോലെ. ഉടനെ ഈ ഡോക്ടർ മറുപടി പറഞ്ഞാൽ എന്തുവാണ്, ഫാറ്റൊക്കെ എങ്ങനെ ഇരിക്കുമ്പോൾ ഫാറ്റുള്ളത് കൊണ്ട് സ്കാനിങ് ഒന്നും ചെയ്താൽ ഒന്നും തെളിയില്ലെന്ന്. അതിന് ഞാൻ മറുപടി പറഞ്ഞില്ല. അതൊക്കെ ചുമ്മാ വെറും കാര്യം സ്കാനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നാൾ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഉള്ള ഇതല്ല. അപ്പം ഇതെല്ലാം എനിക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതിനോട് ഒന്നിനോടും എനിക്കൊരു യോജിപ്പുമില്ല. ഇനി ഞാൻ അറിയാതെ എനിക്ക് അവനോട് ഇപ്പോൾ ചെക്കപ്പിന് നാളെ പോവുക, അവിടുത്തെ ഒരു റിസൾട്ട് കിട്ടുക, അതെല്ലാം വാങ്ങണം, മറ്റേ റീഫണ്ട് അതിൻ്റെ ഇതിന് കൊടുക്കണം എന്നൊക്കെ ഉള്ള ഇതിലേക്കാണ് ഞാൻ ഇരിക്കുന്നത്. അറിയാതെയും നമ്മൾ ഒരേ ചികിത്സയ്ക്ക് ഒരേ ഹോസ്പിറ്റലിൽ ചെന്ന് കയറുമ്പോഴത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ പോവുക. അവിടെ പോകുമ്പോൾ നമുക്ക് സ്റ്റാർ ഹെൽത്തിനും പ്രശ്നമില്ല. അപ്പം എൻ്റെ മക്കൾ പണം ഉണ്ടാകുന്നിട്ടാണോ നമ്മളെ പേരിൽ സ്റ്റാർ ഹെൽത്ത് എടുത്തിടുന്നത്? അവർ എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും ആശുപത്രി കേസ് വരുമ്പോൾ ചിലപ്പം പെട്ടെന്ന് ഇത്രയും രൂപയുടെ ചിലവൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊരു സഹായമായിക്കൊള്ളട്ടെ എന്നുള്ള ഇതിലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ സ്റ്റാർ ഹെൽത്ത് എടുത്തിട്ടേക്കുന്നത്. അത് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മക്കൾക്ക് വിഷമം ഉണ്ടാവില്ലേ? ഉണ്ടാവും, അവർക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്കിപ്പോൾ വലിയ റൂമിൽ കയറി കിടക്കണമെന്നോ വലിയ AC കയറി കിടക്കണമെന്നോ അങ്ങനെയൊന്നും യാതൊരു ഇതുമില്ല. നമുക്ക് ആപത്ത് മാറണമെന്നുള്ള ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ പറഞ്ഞ കണക്ക് വല്ലതും പറഞ്ഞിട്ടോ എടുത്തിട്ടോ വല്ല കാര്യമുണ്ടോ? ഇതൊക്കെയാണ് എൻ്റെ ആശുപത്രി വിശേഷങ്ങൾ. നാളെ ഇനി ആശുപത്രിയിൽ പോകണം. ആശുപത്രിയിൽ പോയി കാണിച്ച് ഇനി എന്താണ് പറയുന്നതെന്ന് നോക്കണം. ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ല. ജോലിക്ക് പോയിട്ടാണെങ്കിൽ ഒത്തിരി ദിവസമായി. നല്ല നല്ല ജോലികൾ നമുക്ക് കൊല്ലം ഇതിൽ വരുന്നുണ്ട്. തലയ്ക്കൊരു വല്ലാത്തൊരു മന്ദത പോലെ, തലവേദനയും ഉറക്കമില്ലാതെ ആശുപത്രിയിൽ കിടന്നപ്പോഴൊന്നും എനിക്ക് ഉറക്കമെന്ന് പറയുന്ന, എനിക്ക് ടെൻഷൻ എന്ന് പറയുന്നൊരു കാര്യം ഇതായിക്കഴിഞ്ഞാൽ എനിക്ക് ഉറക്കത്തിന് വലിയ പ്രശ്നമാണ്. അപ്പം നഴ്സ് 1-2 പ്രാവശ്യം വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്, ടെൻഷൻ അടിക്കാതിരിക്കൂ എന്ന്. കാര്യം നമുക്ക് ഒന്നാമത് ഈ 50 വയസ്സൊക്കെ കഴിഞ്ഞ് 50-52 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മുടെ ഹോർമോണിന് പലവിധ ചേഞ്ച് ഉണ്ടായി. പൊതുവേ നമുക്ക് ഇത്തിരി ടെൻഷൻ്റെ ഒരാളായിരിക്കും നമ്മൾ. പൊതുവിൽ നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരാളായിരിക്കും. പിന്നെ നമുക്ക് മനസ്സിന് വിഷമോ അങ്ങനെയൊക്കെ ഉള്ളൊരിത് വരുമ്പം അങ്ങനെ വളരെ ഇതിൽ ഉണ്ടാവാനുള്ള ഏറ്റവും ഹോസ്പിറ്റലിൽ കിടന്ന് ഇവരുടെ എല്ലാ ഇതും കൂടെ ആയപ്പോൾ ഞാനൊരു ഡിപ്രഷൻ, ആ ഒരു മൂഡിലേക്ക്, എനിക്കങ്ങ് ആഹാരം വേണ്ട, ഇവരെന്ത് കഴിക്കാൻ വിളിച്ചാലും എനിക്ക് വേണ്ട, ഞാനങ്ങ് ഒരു വല്ലാത്ത ദേഷ്യ ഇതിലേക്ക് ഞാനങ്ങ് മാറിയായിരുന്നു. അത്രയ്ക്കും എനിക്ക് ദേഷ്യവും. കാര്യം ഈ ദിവസങ്ങൾ കഴിയുന്തോറും വലിയൊരു ബില്ല് കയറി വരും. അതെല്ലാം കൂടെ എനിക്ക് ഓർമ്മിച്ചിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കാനുള്ള ഇതല്ലായിരുന്നു. പിന്നെ നമ്മളിതെല്ലാം സംസാരിച്ച് നമ്മുടെ മനസ്സ് തുറക്കുന്നത് നമ്മുടെ അമ്മയുടെ അടുത്താണ്. അമ്മയുടെ സ്ഥലമെന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനം ഇപ്പം വട്ടപൂജ്യമുണ്ട്. അമ്മ ഇല്ല, നമ്മുടെ അമ്മ നമ്മളെ വിട്ടു പോയി. പിന്നെ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ തുറന്ന് സംസാരിക്കാൻ ആരുമില്ല. മോളുണ്ട്, മോൾക്ക് മരുമോൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അവരുടേതായ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ എല്ലാത്തിനും വരുന്നത്. വേറെ നമുക്ക് നമ്മളുടേതായ ഇതിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരുമില്ല. അതൊക്കെ ഒരു പ്രായമാകുമ്പോഴേ എല്ലാവർക്കും അത് മനസ്സിലാവുള്ളൂ. എല്ലാവരും നാളെ ഈ പ്രായമാകും. എല്ലാവരും എന്നും ചെറുപ്പമായിരിക്കില്ല. പ്രായമാകുമ്പം നമുക്ക് മനസ്സിലാകും, അന്ന് അവർ പറഞ്ഞതൊക്കെ സത്യമായ കാര്യമാണല്ലോ, അല്ലേ?
നമ്മളെ വിളിച്ച് ഒരു 5 മിനിറ്റ് നമ്മളുടെ അടുത്ത് ഒന്ന് മനസ്സ് ഇതാക്കി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്നൊരു ഇതുണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. അത് എങ്ങൊന്നും കിട്ടുന്നതല്ല. അത് നമുക്ക് കിട്ടുമ്പോൾ അത് ഏറ്റവും വലിയ ഒരിതാണ്. ഇപ്പം തന്നെ എൻ്റെ മോനൊരു മോനുണ്ട്. മോൻ്റെ കുഞ്ഞിലേ കൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് മോനാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇപ്പം നമ്മളെ മോൻ്റെ കുഞ്ഞെന്ന് പറയുന്നത് നമ്മളെ ചോരയാണ്, നമ്മളെ കുഞ്ഞാണത്. അവൻ ഇപ്പം അറിയാറായി. അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ അച്ഛൻ്റെ ആൾക്കാർ, അവൻ്റെ അച്ഛൻ്റെ വീട്, ഇനി അവനെ ആര് എന്ത് ഇതാക്കാൻ നോക്കിയാലും എന്ത് നിന്ന് പറഞ്ഞാലും അവനറിയാം അവൻ്റെ ആൾക്കാരാരാണെന്നും അവൻ്റെ ബന്ധുക്കൾ ആരാണെന്നും. അതുപോലെ എൻ്റെ കുഞ്ഞ്, അവന് പിന്നെ കൊച്ചിലേ തൊട്ടേ അറിയാം എല്ലാം. അങ്ങനെ ഉള്ളൊരിതാണ്. ഭയങ്കര സ്നേഹമാണ് എൻ്റെ ആദിക്കുട്ടന്. എൻ്റെ കുഞ്ഞിന് വന്ന് നിന്നിട്ടവന് നിന്ന് കൊതി തീർന്നല്ല പോയത്. ഭയങ്കര സ്നേഹമാണ്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, കുട്ടൂസുമോൻ അക്കരയെ നിൽക്കും ഇക്കരയെ നിൽക്കും. കുട്ടൂസുമോന് ഭയങ്കര ആ ഒരിതാണ്. അപ്പം അന്നും പറഞ്ഞ അമ്മാമ്മേ ഞാൻ നാളെ പോകണുള്ളൂ, സ്കൂൾ അന്നേ തുറക്കൂ. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് അവൻ മാറിക്കഴിഞ്ഞു. അപ്പം നമുക്ക് അതൊക്കെ കാണുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു സ്നേഹവും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്നേഹമാണ്. ഭയങ്കര ഒരു മനസ്സ് നിറഞ്ഞ് അതൊക്കെയാണല്ലോ നമുക്കിനി കിട്ടുന്നൊരു സ്നേഹം. പിന്നെ നമുക്ക് അസുഖമില്ലെങ്കിൽ നമുക്ക് ജോലിക്കും കൂടെ പോയി 10 പൈസ നമ്മളെ കയ്യിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ട്. ഇപ്പം മരുമോൻ വന്നതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. വീട്ടിലാളില്ലാതെ എനിക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. കാര്യം അണ്ണനെ മാത്രമാക്കിയിട്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ 5 ദിവസമെങ്കിലും ഒക്കെ പോയി 10 ദിവസമൊക്കെ പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലൊക്കെ ഞാനങ്ങ് പോകുമായിരുന്നു. ഇപ്പം പോയിട്ട് ഒത്തിരി ദിവസമായി. മരുമോൻ വന്നതിന് ശേഷം പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഇപ്പം നമുക്ക് ജോലിയുണ്ട്, നമുക്ക് ആവതുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാം എന്നുള്ളൊരു ധൈര്യമുണ്ട്. ആരെയും പേടിക്കാതെ നമുക്ക് ആപത്തില്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാം. പക്ഷേ അതിന് നമുക്ക് ആപത്തില്ലാതിരിക്കണം. ഞാൻ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ കാലുവേദനയോ മുട്ടുവേദനയോ മുട്ടിന് തേയ്മാനമാണ്. എൻ്റെ ഒരു മുട്ട് പൊടിഞ്ഞിരിക്കുകയാണ്. ഇന്നേ ഓപ്പറേഷൻ പറഞ്ഞതാണ്. ഇടത്തെ കാലിൻ്റെ മുട്ട് പൊടിഞ്ഞു വാരിയിരിക്കുന്നതാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കാറുണ്ട് എങ്ങനെ ഇതും കൊണ്ട് നടക്കുന്നു. എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഇങ്ങനെ എന്നുള്ള ഒരുവിധപ്പെട്ട അസുഖങ്ങളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ചിലർ എനിക്ക് എന്തെങ്കിലും അസുഖമെന്ന് പറയുമ്പം പറയും എന്നും അസുഖം. വെളിയിലുള്ളവരല്ല, വീട്ടിലുള്ളവർ തന്നെയാണ്. പക്ഷേ അങ്ങനെ പോയി കാണിച്ചിട്ടൊക്കെ വന്നു. അപ്പം പ്രധാനമായിട്ടും 1-2 ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ അസുഖത്തിൻ്റെ ഒരിതല്ല. 45 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ ചെയ്തിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാന ചെക്കപ്പ് ചെയ്യാനായിട്ട് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട്. അത് ചെയ്യണം. പിന്നെ ഞാൻ ഇന്ന് വരെയും തൈറോയിഡിൻ്റെ സ്പെഷ്യൽ ഡോക്ടറെ ഇതുവരെയും കണ്ടിട്ടില്ല. എനിക്ക് വയറിന് കുറേ നാളായിട്ട് എനിക്കൊരു അസ്വസ്ഥതയുണ്ട്. ഞാനൊരുവിധം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാൽ ഞാൻ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഏറ്റവും കിടപ്പായി പോയാലേ കിടക്കും. ചിലർ തലവേദന വന്നാൽ ഉടനെ അങ്ങ് പൂണ്ടടക്കം കിടന്ന് അയ്യോ എന്ന് വിളിച്ചുള്ള ഒരിതാണ്. എനിക്ക് തല പൊക്കുമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ ജോലിയും നോക്കി എൻ്റെ വീട്ടിലെ കാര്യവും നോക്കി. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അയ്യോ എന്ന് വിളിച്ച് നടക്കുന്നൊരു രീതിയല്ല. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നേരം വിളക്കുമ്പം വേവിക്കാനുള്ളത് എനിക്ക് ആണുങ്ങൾക്ക് നേരം വിളക്കുമ്പം വേവിച്ച് അവർക്ക് വിളമ്പി കൊടുത്ത് അങ്ങനെയുള്ളൊരു രീതിയാണ്. ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മ ചെയ്യുന്നത് കണ്ടു വളർന്നതും. എൻ്റെ അമ്മയുടെ ആ ഒരു രീതി തന്നെയാണ് ഞങ്ങൾ വെക്കുന്നത്. കാര്യം 10 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു കറിയും ഒരു കൂട്ടാനും ആയിരിക്കും. അത് നേരം വിളക്കുമ്പോൾ അത് വെച്ച്
ഒരു 12-1 മണിയാകുമ്പോഴത്തേക്ക് അവർക്ക് ഊണ് കൊടുക്കാനുള്ള ഒരിത് നമ്മൾ ഒരുക്കിയിരിക്കും. അല്ലാതെ നമ്മുടെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കിയിട്ട് നമുക്ക് ഉള്ളത് വെച്ച് പുളിയും മുളകും ആയാലും അത് വെച്ച് ചോറ് നമ്മളെ വീട്ടിലുള്ളവർക്ക് നേരം വിളക്കുമ്പം ഉള്ള ഓഹരി അത് നമ്മൾ വെച്ച് നമ്മൾ സന്തോഷമായിട്ട് ഉണ്ടാക്കി കഴിക്കുക. അങ്ങനെ അതാണ് നമ്മളുടെ ഒരു പ്രധാന ജോലി. അപ്പം കിംസായിട്ട് ആശുപത്രിയിൽ പോയി ഒക്കെ കാണിച്ച് മരുന്നുമൊക്കെ മേടിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ചെക്കപ്പിന് എഴുതി തന്നിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ ചെയ്യണം. ആ വയറിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞു. ഡോക്ടർ 1-2 ഇങ്ങനെ ഇങ്ങോട്ടും പറഞ്ഞു. അതൊക്കെ കാണിച്ചിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. മരുന്ന് പിന്നെ ഒരു സ്പ്രേ എഴുതി തന്നു. എനിക്ക് അലർജിയുടെ അതുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോഴൊന്നുമില്ല, ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മെഡിക്കൽ കോളേജിൽ കാണിച്ച് എനിക്ക് ഇങ്ങനെ ഒരിതുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം എനിക്കിങ്ങനെ അലർജിയോ ഇങ്ങനെ ഒരു ചുമയോ ശ്വാസം മുട്ടോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പം ഈ 2 ആഴ്ച ഇടയ്ക്ക് ഒരു കാറ്റും ഇതുമൊക്കെ വന്നപ്പോഴത്തേക്കുള്ള ആ സമയത്താണ് എനിക്ക് ഈ ചുമയും ഇതും വന്ന് പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ചോദിച്ചത്. അങ്ങനെ ഒരു സ്പ്രേ തന്നു. ആ സ്പ്രേ രാവിലെയും വൈകിട്ടും അതടിക്കണം. അത് അലർജിക്കുള്ളതാണ്. ഇതാണ് ഇന്നത്തെ ആശുപത്രിയിൽ പോയതിൻ്റെ എൻ്റെ വിശേഷങ്ങൾ. പിന്നെ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇത് എല്ലാം ഒപ്പിടിച്ച് അത് സ്റ്റാർ ഹെൽത്തിൻ്റെ ഓഫീസ് കടയ്ക്കലുണ്ടായിരുന്നു. അവിടെ പോയി ഇതെല്ലാം കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കൊടുക്കണമായിരുന്നു. ഇനി അത് അവിടെ പോയതിന് ശേഷം ഇത് ചെയ്ത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരാനാണ്. അന്ന് റിജക്റ്റായി പോയതുകൊണ്ട് നമുക്ക് പൈസ അടയ്ക്കേണ്ടി വന്നു. നമ്മളന്ന് അനുഭവിച്ച ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. അതവിടെ ഇരിക്കുന്ന ആ പിള്ളേരെ കയ്യിൽ നിന്ന് വന്ന ആ ഒരിത്, ഒരു ചെറുക്കനും ഒരു പെണ്ണും ഒരു ഞരന്ത് 2 എണ്ണം എന്നെ വന്ന് ശരിക്കും ഒരു വല്ലാത്ത രീതിക്ക് നമ്മളെ ഒരു മൈൻഡ് വല്ലാത്ത രീതിക്കാക്കുന്ന രീതിക്കുള്ള സംസാരമാണ്. ഇങ്ങനെയുള്ളതൊക്കെ പിള്ളേരെ പിടിച്ച് ആശുപത്രിയിൽ സ്റ്റാഫായിട്ട് ഇരുത്തിയേക്കുന്നത് ഒരു വല്ലാത്ത ഒരു എനിക്ക് ഇത്രയും പറയാനുള്ളൂ. വൈകിട്ട് 2 പേര് വന്ന് സംസാരിച്ച്, മൂന്നാമതൊരു നല്ലൊരു പയ്യൻ വന്ന് സംസാരിച്ചു. എന്നിട്ടാണ് ആദ്യം വന്ന് സംസാരിച്ചതിലൊരു പയ്യൻ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം, ആദ്യം വന്ന ഞങ്ങൾ 2 പേരും ഈ ആശുപത്രി സ്റ്റാഫാണ്, മൂന്നാമത് വന്നതാണ് സ്റ്റാർ ഹെൽത്തിലെ യഥാർത്ഥ ആളെന്ന്. ഇപ്പം എന്തൊരു വായുവോക്കികളാണ് ഇവരൊക്കെ എന്തൊരു വായുവോക്കികളാണ്. ഈ വന്ന് 2 എണ്ണവും ആശുപത്രിയിൽ ഞങ്ങൾ ഇത്രയും വയ്യാതെ കിടക്കുന്ന ഞങ്ങളെ വന്ന് ഇതാക്കി പോയിട്ട് അവർ തന്നെ പറയുകയാണ്, ഞങ്ങൾ ആശുപത്രി സ്റ്റാഫുകളാണ്, മൂന്നാമത് നിങ്ങളോട് വന്ന് സൗമ്യമായി നല്ലപോലെ സംസാരിച്ചിട്ട് പോയതാണ് സ്റ്റാർ ഹെൽത്തിൻ്റെ ആളെന്ന്. സ്റ്റാർ ഹെൽത്തിൻ്റെ ആളായാലും അവന് സംസാരിക്കാനായിട്ടുള്ളൊരു നല്ലൊരു മര്യാദയായിട്ട് വന്ന് സംസാരിക്കാൻ തോന്നിയല്ലോ. ഗോകുലത്തിൽ കിടക്കുമ്പോൾ നമുക്കറിയാം, അവർ വന്ന് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ എന്തിനൊക്കെ ഗുളിക കഴിക്കുന്നു, എത്ര നാളായി കഴിക്കുന്നു, അതൊക്കെ അവർക്കുള്ള കടമ അവർ ചെയ്യുന്നതാണ്. അതൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കണ്ടേ. പിന്നെ ഓരോരുത്തർക്കും ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഏതൊരു ജോലിക്കായാലും അതിൻ്റേതായ ഒരു ഡ്യൂട്ടി ഇല്ലേ, അതവർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ അനുഭവിച്ച് ചീട്ടും മേടിച്ചു ഇപ്രാവശ്യം ആശുപത്രി കിടന്ന്. ഒരു വല്ലാത്തൊരു മൈൻഡായിപ്പോയി എനിക്ക്. വല്ലാത്തൊരു മൈൻഡെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മൈൻഡ്. ഞങ്ങൾക്ക് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ എല്ലാ ഇതിനും ഈ ജോലി ഞാൻ തന്നെ ചെയ്യുന്ന ജോലി K4 കെയറിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്യുന്ന ജോലിയുടെ കെയർ ടേക്കർ, നമുക്ക് ക്ഷമയും സ്നേഹവും എല്ലാം ഇതുണ്ടെങ്കിൽ മാത്രമേ ആ ജോലി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. മുൻദേഷ്യവും എടുത്തുചാട്ടവും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. നമ്മളെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും നോക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞ അമ്മയെ, ചിലപ്പം കുഞ്ഞുങ്ങൾ, അങ്ങനെ മിക്കവാറും നോക്കുന്നത് 60, 70, 80 വയസ്സ് കഴിഞ്ഞ അമ്മയൊക്കെ ആയിരിക്കും. ആ അമ്മമാരെന്തുമാത്രം പിടിവാശിയുള്ള തള്ളമാരായിരിക്കും എന്നറിയാമോ. നമ്മളും നാളെ ഈ സ്റ്റേജിലെത്തും. എന്നും ഞങ്ങൾ ഈ 16, 20, 30, 50 കാറായിട്ടിരിക്കില്ല.